ഗൗതമിനെ ജയിക്കാൻ ഒരു സഹായം ചോദിച്ച് ഞാൻ വസുന്ധരയെ വിളിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. വസുന്ധരയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയെന്ന് മാത്രം. ഞാനും ഗൗതമും ബിസിനസ്സുകാരാ. തനിക്ക് താനെന്ന മട്ടിൽ കരുത്തുള്ളവർ. ഞാൻ തോറ്റാൽ ഗൗതമിന് ലാഭം, ഗൗതം തോറ്റാലോ എനിക്കും ലാഭം. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. പക്ഷേ ഞാൻ തോറ്റിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യുന്നത് നിധിയായാലോ, നഷ്ടമുണ്ടാവുന്നത് വസുന്ധരയ്ക്കായാലോ? ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. പൂർണ്ണമായും എനിക്ക് മനസ്സിലായി. ഗൗതമിനെ അടിമയാക്കി നിലനിർത്താൻ അവൾ എപ്പോഴും ഓരോരോ തന്ത്രങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും. അത് പാടില്ല. ഈ ലേലത്തില് ഗൗതം തോറ്റാലും വേണ്ടില്ല, നിധി ജയിക്കാൻ പാടില്ല. അതിന് ഞാൻ എന്താ CKC ചെയ്യേണ്ടത്? ഇത്ര ധൈര്യമായി എന്നെ വിളിച്ച് നിധി വെല്ലുവിളിക്കണമെങ്കിൽ ആ ലേലം നേടാൻ എന്തോ പ്ലാൻ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ പറ്റിയാൽ ആ ഫാക്ടറി ഞാൻ തന്നെ സ്വന്തമാക്കും. ഓ, അത്രയുള്ളോ? അവരുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അത് കൃത്യമായി CKCയെ ഞാൻ അറിയിക്കുകയും ചെയ്തോളാം. അതാണ് വസുന്ധര. കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. ഈ പറഞ്ഞ സ്റ്റീൽ ഫാക്ടറി നാളെ CKCയുടെ സ്വന്തമായിരിക്കും. എന്താ, അതുപോലെ? മതി, അത്രയും മതി എനിക്ക്. എന്നാ വയ്ക്കട്ടെ.